ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഈ ബാഗ് എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ഇതിന് വെറും 40 രൂപയുള്ളൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കോ? പക്ഷെ സത്യം അതാണ്. ഇത് ഞാനുണ്ടല്ലോ എൻ്റെ വീട്ടിലെ വേസ്റ്റ് തുണികളൊക്കെ വെച്ചിട്ട് ഉണ്ടാക്കിയൊരു ബാഗാണ്. ഇതിന് എനിക്ക് ചിലവായത് ഏകദേശം 40 രൂപയിൽ താഴെ മാത്രമാണ്. ട്രാവൽ ബാഗായോ ഡയപ്പർ ബാഗായോ അത് കോളേജ് ബാഗായോ ഒക്കെ നമുക്കിതിനെ യൂസ് ചെയ്യാം. ഒരുപാട് സ്പേഷ്യസ് വരുന്ന ടൈപ്പ് ഒരു ബാഗാണിത്. ഇതിൻ്റെ ഉള്ളിൽ 5 പോക്കറ്റ്സും പിന്നെ ഒരു സിപ്പർ പോക്കറ്റും ആണ് വരുന്നത്. പക്ഷേ ഉള്ളിൽ സിപ്പർ പോക്കറ്റിൻ്റെ വീഡിയോ എടുക്കാൻ ഞാൻ വിട്ടുപോയി, സോറി. പിന്നെന്താ പറയണ്ടേ, ഇതിൻ്റെ ഉള്ളിലത്തെ സാധനങ്ങളൊന്നും കണ്ട് ആരും ഞെട്ടണ്ട. ഇതൊക്കെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രം കുത്തിക്കയറ്റി വെച്ചതാണ്. ഈ ഫോണും കൊടയും ഒക്കെ പഴയതാണ്, ജസ്റ്റ് ഡെമോക്ക് വേണ്ടി മാത്രം ഉപയോഗിച്ചാണ് ഗൈസ്, ആരും തെറ്റിദ്ധരിക്കണ്ട. സംഭവം ഇത്രയേ ഉള്ളൂ. ഇതിലും ഇനിയും കൂടുതൽ സാധനങ്ങളൊക്കെ കൊള്ളും. ഇതിലും വിളിച്ചു കഴിഞ്ഞിട്ട് ഞാൻ തന്നെ എല്ലാം എടുത്ത് വെക്കേണ്ടതെന്ന് വെച്ചിട്ടാണ് ഞാൻ പിന്നെ കൂടുതൽ സാധനങ്ങളൊന്നും ഉൾക്കൊള്ളിക്കാഞ്ഞ്. മെയിനായിട്ട് ഉള്ള സാധനങ്ങൾ പോക്കറ്റ്സ് എന്തിനൊക്കെയാണെന്ന് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് കൊടയും വാട്ടർ ബോട്ടിലും ഒരു പഴയ ഫോണും പഴയ പേഴ്സും ഒക്കെ ഞാൻ എടുത്തു വെച്ചത്. ഇത് ഫ്രണ്ടിൽ വരുന്ന ഒരു പോക്കറ്റാണ്. ഇതിന് സ്നാപ്പ് ബട്ടണാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ബാക്കിൽ ഇതുപോലെ നല്ല നീളത്തിൽ ഒരു പോക്കറ്റും കൂടി വരുന്നുണ്ട്. ഇതിൽ വേണമെങ്കിൽ നമുക്ക് കൊടയൊക്കെ അത്യാവശ്യം പുറത്ത് തന്നെ വെക്കണമെന്ന് അങ്ങനെ വെക്കാം. ഫോണുകളിലും അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് യൂസ് ചെയ്യാം. പിന്നെ പറയാനാണെങ്കിൽ ഇത് ഹാൻഡ് ബാഗായിട്ട് വേണമെങ്കിൽ അങ്ങനെ യൂസ് ചെയ്യാം. അല്ല ക്രോസ് ബോഡി ബാഗായിട്ട് യൂസ് ചെയ്യണമെങ്കിൽ അതിനുള്ള സ്ട്രാപ്പും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടുതലൊന്നും പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല. ഇതിൻ്റെ കട്ടിങ് ആൻഡ് സ്റ്റിച്ചിങ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനു മുന്നേ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നതാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ട് തോന്നിയെങ്കിൽ ഒന്ന് ലൈക്കും കൂടി ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും കൂടി ചെയ്യണേ. അപ്പോൾ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ ഇത് ബോഡിക്കായിട്ട് ഞാൻ ഈ ഒരു തുണി എടുത്തിട്ടുണ്ട്. ഇതൊരു പഴയ ഷർട്ടിൻ്റെ തുണിയാണ് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്തും വിഡ്ത്തും ഒക്കെ ഞാൻ സ്ക്രീനിൽ കൊടുത്തേക്കാം. ഈ ഒരു അളവിൽ 2 മെയിൻ ഫാബ്രിക്കും പിന്നെ അതിന് വേണ്ടുന്ന 2 ലൈനിങ്ങുമാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. ലൈനിങ് ഇവിടെ എനിക്കുള്ളത് ക്രേപ്പാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. നിങ്ങൾക്ക് കുറച്ചും കൂടി സ്റ്റിഫായത് കോട്ടൺ പോലത്തെ കിട്ടുമെങ്കിൽ അതായിരിക്കും നല്ലതായിട്ടുണ്ടാവുക. പിന്നെ ഇതിന് വേണ്ടിയിട്ടുള്ള ക്യാൻവാസ് ഞാൻ 2 പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നമ്മുടെ തുണീൻ്റെ അളവിനെക്കാളും 2 സെൻറ്റിമീറ്റർ ഹൈറ്റിൽ നിന്നും വിഡ്ത്തിൽ നിന്നും കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഇത് സൈഡിലേക്ക് ആവശ്യമായിട്ടുള്ള പീസസാണ്. എനിക്കെന്ന് വെച്ചാൽ ഞാൻ പഴയ തുണികൾ വെച്ച് ചെയ്യുന്നത് കൊണ്ട് ഫുൾ ലെങ്ത്ത് ഒറ്റ പീസായിട്ട് എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നില്ല. എല്ലാം കട്ട് പീസസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാനിങ്ങനെ 3 പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഫുള്ളായിട്ട് ഒറ്റ പീസായിട്ട് കിട്ടുന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാവുന്നതാണ്. ഒറ്റ പീസായിട്ട് എടുക്കുന്നതാണെങ്കിൽ ഇതിൻ്റെ 2 സൈഡിൽ ഞാൻ തയ്യൽ തുമ്പ് കൂട്ടിയിട്ടുണ്ടായിരുന്നു 1 സെൻറ്റിമീറ്റർ വെച്ചിട്ട്. അത് കുറച്ചിട്ട് എടുത്താൽ മതി. പിന്നെ ഇതിനേക്കുള്ള ക്യാൻവാസും കൂടി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ക്യാൻവാസ് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ 2 സെൻറ്റിമീറ്റർ കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. തുണിയിലാകുമ്പോൾ നമുക്ക് തയ്യൽ തുമ്പ് 1 സെൻറ്റിമീറ്റർ 4 ഭാഗത്തേക്ക് ഇട്ടിട്ടാണ് തുണിയിൽ അളവെടുക്കുക. ക്യാൻവാസിൻ്റെതാണ് കറക്റ്റ് മെഷർമെൻറ്റ് വരുന്നത്. ഈ ഒരു പീസാണ് താഴെ ഭാഗത്തേക്ക് വരുന്നത്, അത് ഒരെണ്ണം മതി. പിന്നെ ഇത് 2 എണ്ണം എടുത്തിരിക്കുന്നത് വെച്ചാൽ ഇത് 2 സൈഡിലേക്കുള്ള പീസസാണ്. ഇതിൻ്റെ ലൈനിങ്ങും ഞാൻ ഇവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലൈനിങ് സെയിം കളർ തന്നെ വെക്കാൻ വേണ്ടിയിട്ട് തുണി തികയാത്തത് കൊണ്ട് 2 സൈഡിലേക്കുള്ള ലൈനിങ് ആയിട്ട് ഞാൻ ബ്ലാക്ക് തന്നെയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഓരോ പോക്കറ്റ്സിൻ്റെ കാര്യം നോക്കാം. ഇതിപ്പം കപ്പ് ഹോൾഡറായിട്ടും പിന്നെ അംബർല ഹോൾഡറായിട്ട് 2 സൈഡിൽ ഉള്ളിൽ തന്നെ 2 സൈഡിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു പീസ് തുണി എടുത്തിട്ടുള്ളത്. ഒന്നല്ല കേട്ടോ, ഇത് 2 പീസ് തുണിയുണ്ട്. ഈ ഒരു തുണി എന്ന് വെച്ചാൽ നമ്മൾ ലാപ്ടോപ്പൊക്കെ അങ്ങനെ ഒരു നോട്ട് പാഡൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ലാർജ് പോക്കറ്റ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടാണ് ഇത് നമുക്ക് മടക്കിയിട്ടാണ് ആവശ്യം. അതുകൊണ്ട് ഒറ്റ പീസ് തുണിയെ വേണ്ടു. പിന്നെ ഞാനിവിടെ എടുത്തിരിക്കുന്ന ലൈനിങ് ഒക്കെ ക്രേപ്പാണ് മെറ്റീരിയൽ വന്നിട്ടുള്ളത്. ഉള്ളിൽ വെക്കുന്ന പോക്കറ്റൊക്കെ കുറച്ച് സ്റ്റിഫായിട്ട് നിൽക്കുന്ന മെറ്റീരിയൽ വെച്ച് ചെയ്യുന്നതായിരിക്കും കുറച്ചും കൂടി നന്നായിട്ടുണ്ടാവുക. ഞാൻ ഇതൊക്കെ വേസ്റ്റ് മെറ്റീരിയലിൽ നിന്ന് ഓരോ പീസസ് ആയിട്ടാണ് എടുത്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഒരേ കളറോ ഒരേപോലത്തെ മെറ്റീരിയലോ എനിക്ക് അവൈലബിൾ ആയിട്ടില്ല. ഇത് നമ്മളൊരു സീക്രട്ട് പോക്കറ്റ് ഉള്ളിൽ കൊടുക്കുന്നുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. ഇത് ഒറ്റ പീസ് മതി. ഇനി ഉള്ളിൽ തന്നെ ഫോൺ പോക്കറ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ 2 പീസ് തുണി എടുത്തിട്ടുണ്ട്. ഞാനിതിപ്പോൾ ഒരു പഴയ ഷർട്ട് മുറിച്ചിട്ടാണ് തുണി എടുത്തിട്ടുള്ളത്. അതിൻ്റെ
കുടുക്ക് വരുന്ന ഭാഗത്ത് നിന്നാണ് ഈ ഒരു പീസ് എടുത്തിട്ടുള്ളത്. കുടുക്ക് ഞാൻ വയ്യ അഴിച്ച് കളയാമെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. പിന്നെ ഇത് ഒറ്റ പീസായിട്ടാണെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതിപ്പോൾ എനിക്ക് 2 പീസായിട്ട് കിട്ടുന്നതുകൊണ്ട് ഞാൻ മുകളിലൊരു സ്റ്റിച്ച് കൊടുക്കുക ചെയ്യുക. പിന്നെ നമ്മൾ നടുക്കേ കൂടെ ഒരു അടിയും കൊടുത്ത് അങ്ങനെ 2 പോക്കറ്റാക്കി എടുക്കുകയാണ് ചെയ്യുക. അതൊക്കെ സ്റ്റിച്ച് ചെയ്യുമ്പോൾ കാണാം കേട്ടോ. ഇതിപ്പോൾ നമ്മൾ ഈ ഒരു പീസ് എടുത്തിരിക്കുന്നത് നമ്മുടെ ബാഗിൻ്റെ മെയിനായിട്ടുള്ള ഓപ്പണിംഗ് ഉണ്ട് അവിടെ സിബ് വെക്കുന്നുണ്ടെങ്കിൽ വെക്കാന്ന് വെച്ചിട്ടാണ്. ഞാനിപ്പോൾ സിബ് വെക്കുന്നില്ല, എൻ്റെ അടുത്ത് സിബില്ല, ഞാൻ ബട്ടനാണ് കൊടുക്കുന്നത്. ഇത് 2 മെയിൻ പീസും അതിന് വേണ്ടിയിട്ടുള്ള 2 ലൈനിങ് പീസുമാണ്. ഇത് സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള തുണിയാണ്. ഇതും എനിക്ക് ഒറ്റ പീസായിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല. ഈ തുണിയൊക്കെ എൻ്റെ മോക്ക് യൂണിഫോം അടിച്ചതിനകത്ത് ബാക്കി വന്ന കുറച്ച് കട്ട് പീസ് ഉണ്ടായതായിരുന്നു. അതുകൊണ്ട് എനിക്ക് ഫുൾ ഒറ്റ പീസായിട്ട് എടുക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ 2 പീസാക്കിയിട്ട് എടുത്തിട്ടുണ്ട്. ഇത് സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള ഫുൾ ലെങ്ത്ത്, ഒറ്റ പീസിൻ്റെ ഫുൾ ലെങ്ത്ത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾ എടുക്കുമ്പോൾ ഒറ്റ പീസായിട്ട് തന്നെ കിട്ടുമെങ്കിൽ അങ്ങനെ എടുക്കാം. ഇതും സ്ട്രാപ്പിന് വേണ്ടിയിട്ടുള്ള തുണി തന്നെയാണ്. ചെറിയ 2 സൈഡിൽ കൊടുക്കുന്ന ഹാൻഡ് ബാഗ് പോലെ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള സ്ട്രാപ്പ് കൊടുക്കാനുള്ള തുണിയാണ്. ഇതിൻ്റെ വെഡ്ത്ത് നിങ്ങൾ കുറച്ചും കൂടി കൂട്ടിയെടുക്കുന്നതായിരിക്കും നന്നായിട്ടുണ്ടാവുക. എനിക്ക് വിഡ്ത്ത് ഫുള്ളായിട്ട് എത്തിയിട്ടില്ല. അപ്പോൾ നിങ്ങൾ എടുക്കേണ്ട വിഡ്ത്ത് എത്രയാണെന്ന് വെച്ചാൽ അത് ഞാൻ സ്ക്രീനിൽ കൊടുക്കാം കേട്ടോ. കറക്റ്റായിട്ട് തുണിയൊന്നും എത്തുന്നില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ പരിപാടിക്ക് നിന്നേന്നൊന്നും ആരും ചോദിച്ചേക്കല്ലേ. ഇതിപ്പോൾ എൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ടുള്ള ഒരു ബാഗായതുകൊണ്ട് അത് ഞാനിങ്ങനെ ഓരോ കോമ്പിനേഷനൊന്നും നോക്കാണ്ട് ഓരോ കിട്ടുന്ന പീസ് എടുത്തിട്ട് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ശരിക്കും ഒരു നല്ലൊരു പീസ് തുണിയൊക്കെ എടുത്ത് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നതാണെങ്കിൽ ചുരുങ്ങിയ ചിലവിൽ തന്നെ നല്ല ലാഭം കൊയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് തന്നെയാണ് ഈ ഒരു ബാഗ് സ്റ്റിച്ചിങ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ക്യാൻവാസ് ഒട്ടിച്ചെടുക്കാം. അതിനായിട്ട് നമ്മുടെ ക്യാൻവാസിൻ്റെ ഓരോ സൈഡിലും ഓരോ സെൻറ്റിമീറ്റർ തയ്യൽ തുമ്പ് വരുന്ന രീതിക്ക് വേണം തുണിയിൽ വെച്ചിട്ട് നമ്മൾ അയൺ ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മളിതാ ക്യാൻവാസൊക്കെ അയൺ ചെയ്തെടുത്തിട്ടുണ്ട്. അയൺ ചെയ്തതിന് ശേഷം നമ്മുടെ ക്യാൻവാസിൻ്റെ എല്ലാ സൈഡിലും ഓരോ സെൻറ്റിമീറ്റർ മാത്രം വെച്ചിട്ട് ബാക്കിയൊക്കെ സ്ട്രെയിറ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. നമ്മൾ തയ്യൽ തുമ്പ് കൊടുക്കുമ്പോൾ എല്ലാ പീസിലും കറക്റ്റായിട്ട് ഒരേ അളവ് തന്നെ തയ്യൽ തുമ്പ് കൊടുക്കാൻ ശ്രദ്ധിക്കണം. അതാകുമ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ നല്ല എളുപ്പമായിരിക്കും. നമുക്ക് സ്റ്റിച്ചിങ്ങിലേക്ക് കടക്കാം. തന്നെ നമുക്ക് സ്ട്രാപ്പ് റെഡിയാക്കി വെക്കാം. വലിയ സ്ട്രാപ്പ് ഇതുപോലെ 2 സൈഡിന് ഒരു 1/4 ഇഞ്ച് വെച്ച് മടക്കി പിന്നെ അത് നടുവിലൂടെ മടക്കിയതിന് ശേഷം ഒരു സ്റ്റിച്ച് കൊടുക്കാം. ചെറിയ സ്ട്രാപ്പുകൾ നമുക്ക് ആദ്യം നല്ല വശം ഉള്ളിലേക്കാക്കിയിട്ട് ഒരു സ്റ്റിച്ച് ചെയ്തെടുക്കാം. അതിന് ശേഷം അത് തിരിച്ചിടാം. അപ്പോൾ ഇതാ ഇതുപോലെ കിട്ടും. എന്നിട്ട് നമുക്ക് 2 സൈഡിൽ നിന്ന് ഒരു 15 സെൻറ്റിമീറ്റർ വെച്ചിട്ട് ബാക്കി നടുവിൽ വരുന്ന ഭാഗം ഒന്ന് നടുവേ മടക്കിയിട്ട് കൂടി തയ്ച്ചു കൊടുക്കാം. നിങ്ങൾ സ്ട്രാപ്പ് എടുക്കുമ്പോൾ കുറച്ചും കൂടി വീതിക്ക് എടുത്താൽ ഇത് നല്ല ഭംഗി ഉണ്ടാവും കാണാൻ. എൻ്റേത് ഇപ്പം വീതി കുറഞ്ഞതുകൊണ്ട് വലിയ അരങ്ങൊന്നുമില്ല. ഇനി നമുക്ക് മെയിൻ ഫാബ്രിക്കിൻ്റെ 2 സൈഡിൽ നിന്ന് ഒരു 9 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം. അവിടെ നമുക്ക് സ്ട്രാപ്പ് ഫിറ്റ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെ സ്ട്രാപ്പിൻ്റെ ഉൾഭാഗം വരുന്നില്ല, മടക്ക് വരുന്ന ഭാഗം മുകളിലേക്ക് വരുന്ന രീതിക്ക് 2 ഭാഗത്തും വെച്ച് കൊടുക്കുക. വെച്ച് കൊടുത്തിട്ടാകുമ്പോൾ 2 പീസസിലും വെച്ച് കൊടുത്തത് സെയിം അല്ലേ എന്നൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. എന്നിട്ട് നമുക്ക് 1 സെൻറ്റിമീറ്റർ വിട്ടതിന് ശേഷം സ്റ്റിച്ച് ചെയ്യാം. സ്റ്റിച്ച് ചെയ്യുമ്പോൾ നല്ല കുറച്ച് ഉറപ്പിൽ തന്നെ സ്റ്റിച്ച് ചെയ്യുക. ഡബിൾ സ്റ്റിച്ചോ ട്രിപ്പിൾ സ്റ്റിച്ചോ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് മാറ്റി വെക്കാം. അതിനുശേഷം ലൈനിങ്ങിൽ പോക്കറ്റ്സൊക്കെ അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. ഇത് ലാർജ് പോക്കറ്റിന് വേണ്ടിയിട്ടെടുത്ത തുണിയാണ്. ഇത് നമുക്ക് ഇതുപോലെ നടുവേ മടക്കിയിട്ട് മുകളിലൊരു സ്റ്റിച്ച് കൊടുക്കാം. എന്നിട്ട് ഒരു ലൈനിങ് എടുത്ത് അതിൻ്റെ നല്ല വശത്തേക്ക് നമ്മൾ ഈ പോക്കറ്റ് അവിടെ വെച്ച് 3 ഭാഗത്തും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് സിബ് വെച്ചിട്ടുള്ള പോക്കറ്റ് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഇതിൻ്റെ മുകളിൽ നിന്ന് 1 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്യാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത പോയിന്റിൽ നമുക്ക് 18 സെൻറ്റിമീറ്റർ നീളത്തിൽ ഒരു ലൈൻ വരച്ച് കൊടുക്കാം. ആ ലൈനിന് 1 സെൻറ്റിമീറ്റർ താഴ്ത്തിയിട്ട് ഒരു ലൈനും കൂടി വരച്ച് അതൊരു ബോക്സ് ആക്കിയിട്ട് വരക്കാം. ഇനി നമുക്ക് മറ്റേ ലൈനിങ് പീസ് എടുത്തിട്ട് അതിൻ്റെ നടുവിലായിട്ട് ഇതിൻ്റെ സെൻറ്റർ മാർക്ക് ചെയ്ത് നല്ല വശവും ചേർത്തിട്ട് വെച്ച് കൊടുക്കാം. എന്നിട്ട് ഈ മാർക്ക് ചെയ്ത ലൈനിലൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം.
ഇനി നമുക്ക് ഇതിൻ്റെ നടുവിൽ ഇങ്ങനെ ഒരു കട്ട് കൊടുത്ത് ആ സ്റ്റിച്ച് ചെയ്തതിൻ്റെ ഉള്ളിലൂടെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. കോർണറിൽ ഇതുപോലെ ഒരു വി പോലെ കട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് ഈ തുണി എടുത്തിട്ട് അതിൻ്റെ ഉൾവശത്തേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നമ്മൾ ഈ സൈഡിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ഇവിടെ സിബ് വെച്ച് കൊടുക്കാം. നമ്മളിതാ സിബ് വെച്ച് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എക്സ്ട്രാ വരുന്ന സിബ് കട്ട് ചെയ്ത് കൊടുത്തതിന് ശേഷം ഈ തുണി ഇങ്ങനെ മുകളിലേക്ക് മടക്കിയിട്ട് അരികിലൂടെ 3 സൈഡിലും അടിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ സിബ് പോക്കറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾ ഫോൺ പോക്കറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കട്ട് ചെയ്ത് വെച്ച പീസ് എടുത്തിട്ട് നടുവേ മടക്കിയിട്ട് അടിക്കുക വേണ്ടത്. എൻ്റെത് ഇപ്പോൾ 2 പീസ് ആയതുകൊണ്ട് ഞാൻ മുകളിൽ ജോയിൻ ചെയ്തെടുക്കുക ചെയ്യുന്നത്. അതിനുശേഷം നമ്മൾ നേരത്തെ ലാർജ് പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടില്ലേ, അതേപോലെ ഇത് വെച്ച് കൊടുക്കുക. ഇത് വെച്ച് കൊടുക്കുമ്പോൾ നമ്മൾ സിപ്പ് വെച്ച പോക്കറ്റ് കൂട്ടിയടിക്കാതെ നോക്കണം. ഇനി നമ്മൾ മെയിൻ സിബ് വെക്കാൻ വെച്ച ആ പീസ് എടുക്കുക. എന്നിട്ട് അതിൻ്റെ ലൈനിങ്ങുമായിട്ട് നല്ല വശം ചേർത്ത് ഈ 3 സൈഡും അടിച്ചെടുക്കുക. അത് ഞാനിപ്പം സിബ് വെക്കാത്തത് കൊണ്ടാണ് അങ്ങനെ അടിച്ചെടുക്കുന്നത്. സിബ് വെക്കുന്നതാണെങ്കിൽ ഈ ഒരു ഭാഗത്ത് നമ്മുടെ സിബിൻ്റെ നല്ല വശം വരുന്ന രീതിക്ക്, അതായത് സിബിൻ്റെ ആ ഒരു പല്ല് വരുന്ന ഭാഗത്ത് ആ താഴേക്ക് വരുന്ന രീതിക്ക് വെച്ചിട്ട് ലൈനിങ് മുകളിൽ വെച്ചിട്ട് അടിച്ചെടുക്കുക. അപ്പുറത്തെ സൈഡും അതേപോലെ സിബ് വെച്ചടിച്ചതിന് ശേഷം നമുക്ക് റണ്ണർ ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇത് ഞാനിപ്പോൾ 3 സൈഡും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് കോർണറൊക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. കത്രികയുടെ തുമ്പ് കൂർത്തം ഭാഗം വെച്ച് മൂലകളൊന്ന് ശരിയാക്കി കൊടുക്കാം. സിബിന് പകരം ഞാൻ ഇവിടെ ഇതുപോലത്തെ സ്നാപ്പ് ബട്ടൺസ് ആണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കതെങ്ങനെ ഫിറ്റ് ചെയ്യുന്നത് കാണിച്ചു തരാം. നമുക്ക് ആദ്യം തുണിയുടെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്തിട്ട് ഇതിൻ്റെ ഈ 2 കാല് പോലത്തെ വരുന്ന ഭാഗം ഒന്ന് മാർക്ക് ചെയ്ത് അവിടെ ജസ്റ്റ് ഒരു ഹോൾ ഇട്ട് കൊടുത്ത് ഇത് ഉള്ളിലേക്ക് അടത്തി അതിൻ്റെ ബാക്കിൽ ഇതുപോലത്തെ ഒരു സാധനം ഉണ്ടാവും, അതെടുത്ത് അതിൻ്റെ ഉള്ളിൽ വെച്ച് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഇതേപോലെ തന്നെ രണ്ടും ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും സ്ഥാനം മാറിപ്പോകാതെ നോക്കണം. ഇനി നമുക്ക് ബാഗിൻ്റെ ഒരു ഭാഗം എടുത്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യാം. അതേപോലെ നമ്മളിപ്പം ബട്ടൺ പിടിപ്പിച്ചതിൻ്റെ ഒരു ഭാഗം എടുത്ത് അതിൻ്റെയും സെൻറ്റർ മാർക്ക് ചെയ്യാം. എന്നിട്ട് ഇതിൻ്റെ രണ്ടും സെൻറ്റർ ചേർത്ത് വെച്ച് ഈ ബട്ടൺ താഴേക്ക് വരുന്ന രീതിക്ക് ബാഗിൻ്റെ നല്ല വശത്തേക്ക് വരുന്ന രീതിക്കായിട്ട് വെച്ച് കൊടുത്തിട്ട് നമുക്ക് മുകളിലൊരു സ്റ്റിച്ച് കൊടുക്കാം. ഇങ്ങനെ തന്നെ 2 ഭാഗത്തും ചെയ്തെടുക്കാം. ഇനി നമുക്ക് ലൈനിങ് എടുത്തിട്ട് പോക്കറ്റ് വരുന്ന ഭാഗം ഉള്ളിലേക്ക് ആക്കിയിട്ട് നമുക്കൊരു സ്റ്റിച്ച് കൊടുക്കാം. അതായത് ഇതുപോലെ. അപ്പോൾ ലൈനിങ് ഇതാ നമ്മുടെ ബോഡിയായിട്ട് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെയാണ് ബട്ടൺസ് ഒക്കെ വരിക. നമുക്കിനി ഇവിടെ ഒരു സ്റ്റിച്ചും കൂടി കൊടുക്കാം രണ്ടിനും. ഫ്രണ്ട് ഭാഗം ഭയങ്കര പ്ലെയിൻ ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ ഫ്രണ്ടിൽ ഒരു പോക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ബാക്കിലും കൂടി ഒരു സ്ട്രാപ്പ് പോലെ കൊടുത്ത് ഒരു പോക്കറ്റ് അവിടെ ആക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സൈഡിലേക്കുള്ള പീസസ് ജോയിൻ ചെയ്തെടുക്കാം. ആ വലിയ പീസ് നടുക്ക് വരുന്ന രീതിക്കാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. അപ്പോൾ ഇതാ നമ്മൾ സൈഡ് പീസസൊക്കെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമ്മൾ ലൈനിങ്ങിൻ്റെ പീസസും കൂടി ജോയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കപ്പ് ഹോൾഡറിനുള്ള പീസ് എടുക്കാം. ആ പീസ് ഭയങ്കര നേരിയതായതുകൊണ്ട് നമ്മുടെ ഈ ടെക്സ്റ്റൈൽ ഷോപ്പിൽ നിന്നൊക്കെ കിട്ടുന്ന സഞ്ചിയില്ലേ, അത് ഞാൻ കീറിയിട്ട് ഒരു പീസ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഇതും കൂടി ഉള്ളിൽ വെച്ചിട്ട് നമുക്ക് 2 സൈഡൊന്ന് അടിച്ചെടുക്കാം. ഇനി നമ്മുടെ ലൈനിങ് പീസ് എടുത്തിട്ട് അതിൻ്റെ നല്ല വശത്ത് മുകളിൽ നിന്ന് ഒരു 10 സെൻറ്റിമീറ്റർ താഴേക്ക് മാർക്ക് ചെയ്തിട്ട് ഇത് അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്കിതിൻ്റെ സെൻറ്റർ കൂടി മാർക്ക് ചെയ്ത് ആ റിങ് ഇട്ട് കൊടുക്കേണ്ട ആ ഹുക്കും കൂടി അവിടെ ഫിറ്റ് ചെയ്ത് കൊടുക്കാം. ഈ റിങ് ഇട്ടിട്ട് അതിൻ്റെ തൊട്ട് താഴെ ഒരു സ്റ്റിച്ച് കൊടുക്കാം. പിന്നെ ഇതുപോലെ താഴേക്കാക്കി വെച്ച് 1 സെൻറ്റിമീറ്റർ ഇട്ടിട്ട് കുറച്ച് നല്ല ബലത്തിൽ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ ഇതൊക്കെ ഫിറ്റ് ചെയ്തെടുത്തു. ഇനി നമ്മുടെ സൈഡിലത്തെ മെയിൻ പാർട്ട് എടുത്തിട്ട്
ഇതുപോലെ അതിൻ്റെ നല്ല വശം ഇവിടെ വെച്ചിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് മറിച്ചിട്ട് കൊടുത്താൽ സ്റ്റിച്ച് വരുന്ന ഭാഗമെല്ലാം ഉള്ളിലേക്കായി കിട്ടും. ഇനി നമുക്കിതിൻ്റെ 2 സൈഡും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഈ സൈഡ് നമ്മുടെ ബാഗിൻ്റെ മെയിൻ ഭാഗത്തേക്ക് അറ്റാച്ച് ചെയ്ത് കൊടുക്കാം. അതിനായിട്ട് ഇതുപോലെ കറക്റ്റാക്കി വെച്ച് ആദ്യം ഒന്ന് പിൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും. എന്നിട്ട് കറക്റ്റ് 1 സെൻറ്റിമീറ്റർ തയ്യൽ തുമ്പ് വിട്ടിട്ട് സ്റ്റിച്ച് ചെയ്യുക. സ്റ്റിച്ച് ചെയ്ത് കോർണറിൽ എത്തുമ്പോൾ നമുക്ക് അവിടെ ഒരു കട്ടിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മളിതാ ഒരു ഭാഗത്തേക്ക് സൈഡ് യോജിപ്പിച്ചെടുത്തു. ഇനി നമുക്ക് മറ്റേ വശം കൂടി ഇതുപോലെ തന്നെ യോജിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ ബാഗ് സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ സ്റ്റിച്ച് ചെയ്ത ഭാഗത്ത് എക്സ്ട്രാ തുണി ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് നീറ്റായിട്ട് കട്ട് ചെയ്ത് നല്ല വശത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം ഇതുപോലെ പിടിച്ചിട്ട് 1 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വിട്ടിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാവുന്നതാണ്. നമ്മളെ ബാഗ് ഇവിടെ ഫിനിഷിങ്ങിൽ തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ ലോങ് സ്ട്രാപ്പും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാനുണ്ട്. ഈ ബക്കിൾസാണ് നമുക്ക് ഇതിന് ഇട്ട് കൊടുക്കേണ്ടത്. ഞാൻ പറഞ്ഞ് വെറുപ്പിക്കുന്നില്ല, നിങ്ങൾക്ക് വീഡിയോ കണ്ടിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ വളരെ ഈസി ആയിട്ട് നമ്മൾ ബാഗ് ഇടാൻ ഫിനിഷ് ആയിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുകയും കൂടി ചെയ്യണേ. അടുത്ത വീഡിയോ ആയിട്ടാണ്. ബൈ.